എന്നെ വിടും. അയ്യോ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഇന്ന് ഞാൻ ശരിയാക്കും. അയ്യോ, അയ്യോ, ഞാൻ നിങ്ങളോട് പറയാൻ അപേക്ഷിക്കുകയാണ്. എന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. എന്നെ അടിക്കരുത്. അയ്യോ, വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. എന്നെ തല്ലരുത്, ദയവ് ചെയ്ത് തല്ലരുത്. സഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇനി പറ്റില്ല. ഇനി നീ ഇവിടെ താമസിക്കണ്ട. പുറത്തു കിടക്ക്. ഞാൻ എവിടെ പോകും? എനിക്ക് വേറെ ആരുണ്ട്? ഇവിടെ നിന്ന് ഞാൻ എവിടെ പോകാനാണ്? മിണ്ടരുത്. നോക്കൂ, ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ താണ് കേട് പറയുകയാണ്. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ എന്നെ വിവാഹം ചെയ്തു കൊണ്ടുവന്നല്ലേ? എനിക്കത് ഭ്രാന്തായിരുന്നു. തലയ്ക്ക് വെളിവുണ്ടായിരുന്നില്ല. എനിക്ക് തെറ്റുപറ്റിയതാ. നീ കാരണം എനിക്ക് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നീ മച്ചിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഇല്ല, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അമ്മയാകും. വെറുതെ അഭിനയിക്കല്ലേ. ചൊറിയുന്ന വർത്താനം പറഞ്ഞാൽ എടുത്തോട്ട് ചാവട്ടെ. ഞാൻ കടന്നു പോണ. എത്ര കാലമായി നിങ്ങൾ തുടങ്ങിയിട്ട്? ഞാൻ എല്ലാം സഹിക്കുക. നിങ്ങൾ രണ്ടാമത് വിവാഹം ചെയ്തപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ സഹിച്ചു കഴിയാണെന്നോ? നിന്നെ ഞാനല്ലേ സഹിക്കുന്നത്. വേറെ കുട്ടിയെ കാണാൻ യോഗമില്ലാതെ എന്റെ അമ്മ മരിച്ചു. അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാവില്ല. നിനക്ക് അമ്മയാനുള്ള കഴിവില്ല എന്ന് പാവ എന്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. എന്തിനാണ് വെറുതെ എന്നെ പഴി പറയുന്നത്? ഒരു പക്ഷെ കുഴപ്പം നിങ്ങൾക്കാണ്. ഞാൻ എത്ര തവണ പറഞ്ഞതാണ് എന്നെ ഒരു ഡോക്ടറെ കാണിക്കാൻ. നിങ്ങൾ അതിനെ സമ്മതിക്കുന്നില്ല. അത് ശരി. ഉത്തരം പറയാൻ നിനക്ക് ധൈര്യം വന്നു. കുഴപ്പം എനിക്കല്ലേ? ഇനി ഇവിടെ കണ്ടുപോയത് തന്നെ. വികാസ്, എന്തായി കാണിക്കുന്നത്? അവളെ വിടൂ. നീയോ? നീ എന്തിനിവിടെ വന്നു? ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീ നിന്റെ മുറിയിൽ പോ. അതെ, ഒരു കാര്യം പറയാണ്ട്. ഇവിടുത്തെ ബഹളം കേട്ടിട്ട് അയൽപ്പക്കത്തുള്ളവരൊക്കെ നോക്കി നിൽക്കാണ്. ഇവളെ പുറത്താക്കണമെങ്കിൽ രാത്രിയിലാ ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ ആരും അറിയില്ല. ആരുത് മേനകെ, അങ്ങനെ പറയല്ലേ. എനിക്ക് നീ അനുജത്തിയെ പോലെയാ. ഞാൻ പറയുന്നത് സത്യമാണ്. നിന്നെ വേഗം ഒരു അമ്മയാക്കാൻ ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ കൊഞ്ചല് കേൾക്കണം. ഞാൻ നിന്റെ കുഞ്ഞിനെ നോക്കിക്കോളാം. ഒരമ്മയാകാനുള്ള എന്റെ മോഹം അങ്ങനെയെങ്കിലും മുഴുവനാവട്ടെ. നീ ഒരു അപശകുനമാ. നീ ഇവിടെ ഇനിയും ഇങ്ങനെ തുടർന്ന് താമസിച്ച ഈ വീട്ടിൽ ഒരിക്കലും ഒരു കുഞ്ഞിക്കാല് കാണില്ല. ശരിയാ പറഞ്ഞത്. ഇനി ആളുടെ കയ്യിൽ നിനക്ക് തല്ല് കൊള്ളണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. വരൂന്നേ. വേണ്ട, ഞാൻ ഇവിടുന്ന് എവിടേക്കും പോവില്ല. ഞാൻ ഇവിടെ തന്നെ വരിക്കും. നീ പോയില്ലേ? സമയം ഒന്ന് രാത്രി ആയിക്കോട്ടെ. എല്ലാവരും ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. പോകില്ല അത്രേ. അല്ല, ഇന്ന് ബഹളം കൂടുതലാണല്ലോ. ആ കുട്ടിയെ ഈശ്വരന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. എങ്ങനെയാ അതവിടെ കഴിച്ചു കൂട്ടുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരോ രക്ഷതു. അല്ലാണ്ട് ഇനിയിപ്പോ എന്തു പറയാനാ?
കുഞ്ഞിക്കാല് കാണാനുള്ള യോഗമുണ്ടായില്ല. നീ ഒരിക്കലും അമ്മയാകില്ല. നിനക്കതിനുള്ള കഴിവില്ല. രാത്രിയാവട്ടെ, കാണിച്ചു തരാം. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നീ ഒരു അപശകുനമാണ്. നിന്റെ അമ്മയ്ക്ക് പേരക്കുട്ടിയെ കാണാൻ യോഗമുണ്ടായില്ല. നീ ഒരു അപശകുനമാണ്. കടന്നുപോടുന്നു. കടന്നുപോ. കടന്നുപോ. നീ ഒരിക്കലും ഒരു അമ്മയാവില്ല. നിനക്കതിനുള്ള കഴിവില്ല. കടന്നുപോയിരുന്നു. എനിക്ക് കുഞ്ഞിക്കാല് കാണാൻ ലോകമില്ല. കടന്നുപോ. കടന്നുപോ. ഇവരൊന്നും നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉറപ്പാണ്. അയൽപക്കക്കാർ നിന്നെ നോക്കി ചിരിക്കും. ഈ വീട് വിട്ട് പുറത്തിറങ്ങിയാൽ പിന്നെ നിനക്കാരുണ്ട്? നിന്റെ ജീവിതം ഇത് അവസാനിക്കുകയാണ്. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. നിന്റെ അച്ഛനമ്മമാർ നിനക്ക് നൽകിയ പേരെന്തായാലും കൊള്ളാം. ഇത് ഹതഭാഗ്യാണ്. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവില്ല. ഇന്ന് നിന്റെ ഭർത്താവ് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. വീണ്ടും നിന്നെ അവഹേളിക്കും. കുഞ്ഞുണ്ടാക്കാത്തതിന് നിന്നെ വീണ്ടും പഴി പറയും. ഇല്ല, അങ്ങനെ ഇനി ഉണ്ടാവില്ല. നോക്കൂ, ഉം. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. അവള് ഉറങ്ങിക്കാണും. ഇത് നല്ല സമയാണ്. അവളുടെ വായ മൂടിക്കെട്ടി എവിടെങ്കിലും വിട്ടിട്ട് വരൂ. അവൾക്ക് അല്പെങ്കിലും നാണുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തിരിച്ചു വരില്ല. ശരിയാണ്. എല്ലാം ഇനി നീ പറയുന്ന പോലെ. വേഗം വാ. വരൂ. സുജാതേ, സുജാതേ, ഇന്ന് നേരത്തെ ആണല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ചായ എടുക്കാം. ചായയൊക്കെ പിന്നെ ഒരു വിശേഷമുണ്ട്. ആദ്യം അമ്മയെ വിളിക്കൂ. അമ്മേ, എന്താണ് കാര്യം? അമ്മയൊന്ന് വന്നോട്ടെ. അമ്മേ. എന്താ മോനെ? എന്താ മോനെ? എന്താ കാര്യം? അമ്മേ, ആദ്യം മധുരം കഴിക്കൂ, പിന്നെല്ലാം പറയാം. എനിക്ക് മധുരം വേണം. തരൂ. ആഹാ, ആദ്യം മോനെ കൊടുക്കൂ അമ്മേ. ദാ മോനെ, ആദ്യം നിനക്ക് തന്നെ തരാം. ഇഷ്ടായോ? ദാ മോനെ, നീ കഴിക്ക്. അമ്മ കഴിക്കും. ഇനി പറയൂ, എന്താണെന്ന് സ്വീറ്റ്സ് ഒക്കെ? സുജാതേ, അമ്മേ, ഇത് കേട്ടോളൂ. നമുക്ക് ഈ വാടക വീട്ടിൽ നിന്ന് മോചനായി. ഈശ്വരന്റെ കൃപയാൽ നമ്മൾ ഇനി സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കും. സത്യാണോ? അപ്പോ ബാങ്ക് ലോൺ പാസ്സായോ? ലോണിന്റെ ആവശ്യം ഉണ്ടായില്ല. നമ്മുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, ആ ഡിപ്പോസിറ്റ് എല്ലാം ചേർത്ത് ഞാൻ നെഹ്റു നഗറിൽ തന്നെ ഒരു വീട് വാങ്ങി. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു വീടായല്ലേ? അതെ അമ്മേ. പക്ഷേ ഇന്നലെ നെഹ്റു നഗറിൽ ആ ഏജന്റ് എനിക്ക് കാണിച്ചു തന്ന വീടിനെല്ലാം കുറഞ്ഞത് 12 ലക്ഷം ആണല്ലോ. അത്രയും പൈസ നമ്മുടെ കയ്യിലില്ലല്ലോ. പിന്നെ എങ്ങനെ വാങ്ങി? സുജാതേ,
ഇതിന് വേണമെങ്കിൽ നമ്മുടെ ഭാഗ്യം എന്ന് പറയാം. അതെ, ലോട്ടറി. ഈ വീട് നമ്മുടെ ബജറ്റിൽ ഒതുങ്ങിയെന്നേ. അപ്പോ എത്രയായി? വെറും 6 ലക്ഷം. വെറും 6 ലക്ഷോ? എന്ത് സത്യമാണോ ഈ പറയുന്നത്? ആ, അങ്ങനെയാകാൻ വഴിയില്ല. ഇംപോസിബിൾ. നെഹ്റു നഗറിൽ 6 ലക്ഷത്തിന് ഇതിലെന്തോ പന്തികേടുണ്ട്. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തിലും നിങ്ങൾക്ക് സംശയം തോന്നും. ദേ നോക്കുന്നേ. അല്ല, ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഒരു പക്ഷെ അയാൾ നമ്മളെ ചതിക്കുകയാണെങ്കിലോ? 6 ലക്ഷം രൂപയ്ക്ക് നെഹ്റു നഗറിൽ ഒരു വീട്. സൂക്ഷിക്കണം. കയ്യില് കാശെടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് അന്വേഷിക്കണം. വെറുതെ എന്തെങ്കിലും പറയല്ലേ. ഒരു പ്രശ്നവുമില്ല. മോനെ, നീ വീടിന്റെ ആധാരം ശരിക്കും വായിച്ചു നോക്കിയില്ലേ? ഉവ്, ഒന്നിലൊരു പ്രശ്നവുമില്ല അമ്മേ. അയാൾക്ക് പെട്ടെന്ന് പൈസ വേണമായിരുന്നു. എന്തോ അർജൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് നല്ല ദിവസമാണ്. അമ്മേ, നമ്മൾ ഉടൻ തന്നെ അങ്ങോട്ട് മാറുകയാണ്. ഞാൻ പണിക്കരെ കൊണ്ട് ഗൃഹപ്രവേശത്തിനുള്ള മുഹൂർത്തം കുറിപ്പിച്ചു. ഇന്ന് തന്നെ ഞാനും സുജാതയും കൂടി വീട് വൃത്തിയാക്കാൻ പോകുന്നുണ്ട്. ആർക്കാ മരിക്കാൻ മോഹം? എന്തൊരു കുടിയാ. എത്ര മുറികള്. എത്ര വിശാലമായ വീടാ. പാവാണ്. അങ്ങോട്ട് പോവാം. വൃത്തിയാക്കല് എവിടുന്നാ തുടങ്ങണ്ടേ? ആ, ചൂലുണ്ടോന്ന് നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് വരാം. സുജാതേ, 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 എന്ത് പറ്റി? എന്ത് പറ്റി? അല്ല, ഇതിനെ പേടിക്കുന്നേ? സുജാത ആ ഒന്നും ചെയ്യില്ല. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. മാറി നിൽക്ക്, മാറി നിൽക്ക്. നീ മാറി നിൽക്ക്, മാറി നിൽക്ക്. മാറി നിൽക്കൂ.
പറ്റിയില്ല? എനിക്കൊന്നും പറ്റിയില്ല. എന്നാ ശരി, നമുക്ക് വീട്ടിൽ പോവാം. അതെങ്ങനെയാ വീണ്? അതെന്തോ ആട്ടെ, വീട്ടിൽ പോവാം. ആ, എന്തു പറ്റി? എന്തു പറ്റി? ഒന്നുമില്ല. എത്ര കാലം പഴക്കമുള്ള വീടാ. ചുവരൊക്കെ കണ്ടോ, ആകെ പൊളിഞ്ഞു കിടക്കുക. ഇനി എത്ര വൈകിയാലും ശരി, വീടാകെ തന്നെ ഒന്ന് റിപ്പയർ ചെയ്യണം. നാളെ തന്നെ ആശാരിമാരെ വിളിച്ച് എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. നീ പറഞ്ഞ ശരിയാ. ഇത് നമ്മളെ കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും വിളിക്കണം. വാ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ ഈ വീട് എന്റേതാണ്. ഈ വീട്ടിൽ ഞാനല്ലാതെ മറ്റാരും വേണ്ട. ഓം ഭൂർഭൂർവസ്വ ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭൂർവസ്വ ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ക്ഷമിക്കണം, നെയ്യ് കൂടുതലായി. ഓം ഭൂർഭൂർവസ്വ ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. വരും, തിലകനമിക്കാം. ഓം ഭർഗോ ദേവസ്യ ധീമഹി വരും. ഓം മമ്മി, ഞാൻ കളിക്കാൻ പോട്ടെ? ശരി, പോയിക്കോ. താങ്ക് യു മമ്മി. ഓം ഭൂർവ നോക്കൂ, നീതിക്കാണല്ലോ എടുത്തോളൂ. ഓം ഭൂർഭൂസ്വ വേണ്ട സുജാതെ, ഞാൻ കൊണ്ടുവരാം. സോറി ആന്റി, ആന്റിക്ക് ബോൾ കൊണ്ടപ്പോ വേണിച്ചോ? ആന്റി, ആന്റിക്ക് ദേഷ്യം വന്നോ? ആന്റി പ്ലീസ് എന്റെ ബോൾ തരൂ. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്.
ആ വന്നോളൂ. ഹോമം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരത് നടത്താം. ആര്യൻ ഇവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും. ഞാൻ ആര്യനെ വിളിച്ചോണ്ട് ആ ഓം ഭൂർഭൂർവസ്വ ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. എന്താ ആന്റി ഇങ്ങനെ നോക്കണത്? എന്റെ മോൻ ആര്യ, മമ്മി, എന്റെ മമ്മി അത്. മോനെ, അല്ല നീ ഇവിടെ എന്താ ചെയ്യണേ? പായസം വേണ്ടേ? വാ. ഓക്കേ മമ്മി, വാ മോനെ. ഈ കുട്ടി കാരണം നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്റെ അനുവാദം കൂടാതെ നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാനാവില്ല. ആര്യൻ, വാ മോനെ, പാല് കുടിച്ചേ. ആര്യൻ, ആര്യൻ, നീ എവിടെയായിരിക്കുന്നേ? Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Twinkle, twinkle, little star, how I wonder what you are. ആന്റി, ഞാൻ ആന്റിക്ക് ഒരു പോയട്രി പാടി തന്നില്ലേ? ഇനി ആന്റി എനിക്കൊരു സ്റ്റോറി പറഞ്ഞു തരൂ. ശരി, പറഞ്ഞു തരാം. ഒരിടത്തൊരു ലയൺ ഉണ്ടായിരുന്നു. അതെല്ലാരെയും കൊന്നു തിന്നുമായിരുന്നു. മോനോട്ടാ, നീ ഒറ്റയ്ക്കിരുന്ന് ആരോടാ സംസാരിക്കുന്നേ? ആന്റിയോട്. ആന്റി എനിക്ക് നല്ല സ്റ്റോറി പറഞ്ഞു തന്നല്ലോ. ഇന്ന് കുട്ടന് അഡ്മിഷന് വേണ്ടി സ്കൂളിൽ പോണ്ടേ? ബൈ ആന്റി. യെസ്, സിസ്റ്റർ, ഞങ്ങൾ വന്നത് പ്ലീസ് കം. പ്ലീസ് സിറ്റ്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് ആര്യൻ. വളരെ നല്ല പേരാണല്ലോ. വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം? മൈ ഫാദേഴ്സ് നെയിം ഈസ് നിതിൻ മെഹ്ത്ത. ആൻഡ് വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം? മൈ മദേഴ്സ് നെയിം ഈസ് സുജാത നിതിൻ മെഹ്ത്ത. നിങ്ങളുടെ മകൻ വളരെ മിടുക്കനാണ്. സുന്ദരായിട്ട് സംസാരിക്കുന്നല്ലോ. താങ്ക് യു സിസ്റ്റർ. ഇനി എപ്പോഴാണ് ഇന്റർവ്യൂ സിസ്റ്റർ? ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ പോയി സ്കൂൾ ഫീസും യൂണിഫോം ചാർജും ബസ് ചാർജും ഒക്കെ അടച്ചോളൂ. എവിടെയാണ് താമസം? ഇവിടെ നെഹ്റു നഗറിൽ. അവിടെ സ്കൂൾ ബസ്സിന് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് സമയനിഷ്ഠ. സമയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സ്ട്രിക്റ്റ് ആണ്. ഇന്ന് മുതൽ തന്നെ പഠിപ്പ് തുടങ്ങാം. വൈകിട്ട് 5 മണിക്ക് സ്കൂൾ ബസ്സിൽ കൂട്ടി നെഹ്റു നഗർ സ്റ്റോപ്പിൽ തിരിച്ചെത്തും. താങ്ക് യു സിസ്റ്റർ. Thank you, sister. Thank you very much. Say thank you to sister. താങ്ക് യു സിസ്റ്റർ. Very good. ആര്യൻ മോനെ, ഇവിടെ വരൂ. ആര്യൻ, ആര്യൻ, ആര്യൻ. മോനെ എവിടെയായിരിക്കുന്നേ? ആര്യൻ, ആര്യൻ, ഇവിടെയും കാണുന്നില്ലല്ലോ.
എപ്പോഴാ വരിക? അപ്പൊ അഡ്മിഷൻ കഴിഞ്ഞോ അല്ലേ? ഓ അമ്മേ. കുറുമ്പൊന്നും കാണിച്ചില്ലല്ലോ. ഇല്ല അമ്മേ, അവന് സ്കൂള് വളരെ ഇഷ്ടായി. അതെയോ? അതെ അമ്മേ, അവന് ഇഷ്ടായി. സുജാതെ, ആ, ഞാൻ ഓഫീസിൽ പോവാണ്. ശരി. പിന്നെ മറക്കല്ലേ, വൈകിട്ട് കൃത്യം 5 മണിക്ക് സ്കൂൾ ബസ് വരും. ബസ് സ്റ്റോപ്പിൽ പോയി കാത്തു നിൽക്കണം. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കൃത്യസമയത്ത് അവിടെ ഉണ്ടാവും. ആ ശരി അമ്മേ, ബൈ. ബൈ. മോളെ, ആ, കിച്ചണിൽ പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ സാരി ഒന്ന് മാറ്റട്ടെ ആ അമ്മേ? ശരി. അപ്പോ ആര്യൻ ഇനി 5 മണിക്ക് തിരിച്ചെത്തുകയുള്ളൂ. അങ്ങനെ. ഗുഡ് ബോയ്. മോനെ സ്കൂൾ ഇഷ്ടായോ? മമ്മി നല്ല സ്കൂളാ. അവിടെ കളിക്കാൻ എത്ര പാവക്കുട്ടികളാ. ആ എനിക്ക് പാവക്കുട്ടികൾ വേണം മമ്മി. ശരി മോനെ, എന്റെ കുട്ടന് വേണ്ടി കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ ഡാഡിയോട് പറയാം. ശരി, വീട്ടിൽ പോവാം. ഓക്കെ മമ്മി. ഏ മോനെ, സൂക്ഷിച്ച്. ആന്റി, എന്റെ സ്കൂളിൽ എത്ര പാവക്കുട്ടികളാന്ന് അറിയോ? എനിക്ക് കളിക്കാൻ കുറെ പാവക്കുട്ടികൾ വേണം. ശരി മോനെ, ഞാൻ മോന് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരാം. താങ്ക് യു ആന്റി. അച്ഛമ്മേ, അച്ഛമ്മേ. ആഹാ, മോനൂട്ട സ്കൂളിൽ നിന്ന് വന്നോ? ആ, എന്താ പഠിച്ചേ? ഒന്നും പഠിച്ചില്ല, കൊറേ കളിച്ചു. സ്കൂളിൽ പോണത് എന്തിനു വേണ്ടിട്ടാ? കളിക്കാൻ. നിൽക്ക് നിൽക്ക്, കൈയും കാലും കഴുക. അമ്മേ, വൈകുന്നേരത്തേക്ക് രസം മതി. മമ്മി, അച്ഛമ്മേ, ഇവിടെ നോക്കൂ. എന്താ മോനെ? എത്ര പാവക്കുട്ടികളാ. എന്താ ഈ പറയുന്നത്? നമ്മൾ ഒരുമിച്ചല്ലേ ഈ വീട്ടിൽ ആദ്യം വന്നത്? ഈ വീട്ടിനകത്ത് ചിതലും പൊടിയും എട്ടുകാലി വലകളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു വസ്തു ഉണ്ടായിരുന്നില്ല. ഞാനും സുജാതയും കൂടി ആളുകളെ നിർത്തിയല്ലേ ഓരോ മുറിയും വൃത്തിയാക്കിച്ചത്. അപ്പൊ ഒരു കളിക്കൊപ്പം ഇവിടെ കണ്ടില്ല. പിന്നെ എവിടെ നോക്കുന്നതല്ല. ഒരു പക്ഷെ നിങ്ങളുടെ നോട്ടം എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവില്ലെങ്കിലും അങ്ങനെ ഒരു വഴിയില്ല. ഞങ്ങൾ ഓരോ മുക്കും മൂലയും വൃത്തിയാക്കിച്ചതാ, ശരിയല്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും കളിപ്പാട്ടങ്ങൾ എവിടെ നിന്ന് വന്നു? ഇതെന്ത് മായാജാലമാണ്? എന്റെ മോനെ, നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അയൽപക്കക്കാര് എങ്ങനെയുള്ളവരാണെന്ന് ആര് കണ്ടു? മോഷ്ടിച്ച വസ്തുക്കൾ ഇവിടെ ഉപേക്ഷിച്ചായിക്കൂടെ? നീ ഒരു കാര്യം ചെയ്യും മോനെ, ഇന്ന് രാത്രി തന്നെ ഈ കളിക്കോപ്പുകളെല്ലാം പുറത്തു കൊണ്ട് കളഞ്ഞു. അല്ലെങ്കിൽ ഇത് വല്ല കുഴപ്പത്തിനും കാരണമായേക്കും. അമ്മ പറയുന്നത് ശരിയാ, സംശയിക്കണ്ട. ശരി,
ഞാൻ സകല കളിക്കോപ്പുകളും കൊണ്ട് കളഞ്ഞേക്കാം. നോക്കൂ, ആദ്യം ഇത് തന്നെ പറ്റിയ സമയം. അവൻ എഴുന്നേറ്റാ പിന്നെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും. വരൂ. നിതിൻ, കൊണ്ടുപോയി കളഞ്ഞോളൂ, ഇപ്പൊ തന്നെ. ഞാൻ വേഗം വരാം. നിതിൻ സാറ്, അല്ല ഇതിനകത്ത് എന്താ? ഓ, ഒന്നുമില്ല തിരുമേനി. ഇതില് ചില വീട്ടിലൊക്കെ സൗഖ്യല്ലേ? അതെ തിരുമേനി, എല്ലാം സൗഖ്യം തന്നെ. ഞാൻ നിങ്ങളുടെ അയക്കാരനാ. എന്തെങ്കിലും ആവശ്യം വന്നാ ഈ ഉള്ളവനെ വിളിക്കാൻ മടി കാട്ടരുത് കേട്ടോ. തീർച്ചയായും. ആ, വളരെ നന്ദിയുണ്ട്. നമസ്തേ. കുട്ടിയുടെ കളിക്കോപ്പുകളെല്ലാം കൊണ്ട് കളഞ്ഞല്ലേ? നിങ്ങൾ ചെയ്തത് ശരിയായില്ല.
ഒരിക്കലും ശരിയായില്ല. ഇവർക്ക് എന്തു പറ്റിയെന്നറിയില്ല. കളിക്കോപ്പുകൾ എല്ലാം കൊണ്ട് കളഞ്ഞിരിക്കുന്നു. എനിക്ക് കോപം അടക്കാനാകുന്നില്ല. ഈ നിഷ്കളങ്ക ഭാവം കാണുമ്പോൾ എന്റെ കോപം അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു. എന്തുണ്ടായി? എന്തു പറ്റി? എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? ഇതെല്ലാം ആരാ? എന്റെ ദൈവമേ, നിതിൻ, ഇന്നലെ രാത്രി നീ ഈ കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ട് കളഞ്ഞതല്ലേ? അതെ അമ്മേ. വീട്ടിലെ വാതിലും ജനലുമെല്ലാം ഞാൻ അടച്ചതുമാണല്ലോ. പിന്നെ ഇതെല്ലാം ഇതെല്ലാം എങ്ങനെ വന്നു? ആരാ കൊണ്ടുവച്ചത്? ആര്യൻ വാശി പിടിച്ചപ്പോ നിങ്ങളെ പാവകളെല്ലാം തിരിച്ചു കൊണ്ടുവച്ചതാണോ? നീ എന്താ ഈ പറയുന്നത്? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനാണ് കൊണ്ടുവച്ചത്. അമ്മേ, അമ്മ കൊണ്ടുവച്ചതാണോ? നിനക്ക് എന്താ പറ്റിയേ? അമ്മ വെച്ചതാണെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മോളെ, നീ വല്ലതും പറഞ്ഞോ? ഇല്ല അമ്മേ, ഞാൻ കരുതിയത് അമ്മ പറഞ്ഞതാണെന്നാ. ഞാനൊന്നും പറഞ്ഞില്ല. ആ ശബ്ദം ഞാനും കേട്ടതാണ്. പറഞ്ഞത് അമ്മയല്ല, നിതിനുമല്ല. മതി ആന്റി, ഇനി എനിക്ക് ട്രെയിൻ വേണം. ആര്യൻ, മോൻ ആരോടാ സംസാരിക്കുന്നത്? ആന്റിയോട്. എവിടെ ആന്റി?
ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ആന്റി എനിക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങൾ തന്നല്ലോ. സുജാത, സുജാത, എന്തു പറ്റി അമ്മേ? എന്തു പറ്റി? സുജാത, നീ മോനെ നോക്കിക്കോ, ഞാനിപ്പോ വരാം. എന്താ പറ്റി? ഞാൻ വന്നിട്ട് പറയാം. അമ്മ എവിടെ പോകുന്നേ? വന്നിട്ട് പറയാം. എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ല. മുത്തശ്ശി എവിടെയാ പോയെ? ദാ വരുന്നു. അല്ല, ഇതാരാ? നമസ്തേ തിരുമേനി. നമസ്തേ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ എന്താ പറയണ്ടേ? വരൂ, അകത്തേക്ക് വരൂ. ഇനി പറയൂ, എന്താണ് കാര്യം? തിരുമേനി, ഞാൻ നിർമ്മലേ, ഇത് നിതിൻ സാറിന്റെ അമ്മയാണ്. നമസ്തേ. ഇതെന്റെ ഭാര്യ. ഈ സമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? അമ്മ ഇരിക്കൂ, ഞാൻ ചായ കൊണ്ടുവരാം. വേണ്ട, ചായ ഒന്നും വേണ്ട. അമ്മ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് അത് പറ്റില്ല. ഞാൻ ചായ എടുക്കാം. വരൂ. ഇനി പറയൂ, എന്താണ് പ്രശ്നം? പ്രശ്നങ്ങൾ ഏറെയാണ്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അമ്മേ, പുതിയ വീട്ടിൽ വല്ല കുഴപ്പവും? അമ്മേ, എന്താ നടന്നതെന്ന് തുറന്നു പറഞ്ഞോളൂ. ഞാൻ നിങ്ങളുടെ അയൽക്കാരനാ. തിരുമേനി, എന്റെ വാക്കുകൾ കേട്ടാൽ എല്ലാം എന്റെ തോന്നലുകൾ മാത്രമാണെന്ന് നിങ്ങൾ ധരിച്ചേക്കാം. പക്ഷെ കഴിഞ്ഞ 24 മണിക്കൂറിൽ അവിടെ നടന്നതെല്ലാം കേട്ടാൽ ആർക്കും വിശ്വാസം വരില്ല. ഈ വീട്ടിൽ വന്നത് മുതൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്താ ഇനി ചെയ്യണ്ടേ? എന്റെ മോൻ ഞാൻ പറയുന്നത് കേൾക്കണ്ടേ? അവനൊന്നിലും വിശ്വാസമില്ല. ഒന്നും അന്വേഷിക്കാതെ അവനെ വീട് വാങ്ങിയത്. അമ്മ പറഞ്ഞ ഈ കാര്യം സത്യ. ആ വീട് വാങ്ങുന്നതിന് മുമ്പ് സാർ ആരോടും ഒന്നും അന്വേഷിച്ചില്ല. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും പറഞ്ഞേനെ, ആ വീട് ഒരു സാധാരണ വീടല്ല, അവിടെ ചില ബാധകളുണ്ടെന്നൊക്കെ. പക്ഷെ എന്താ ഉണ്ടായേ? തുറന്നു പറഞ്ഞോളൂ. ഇതെല്ലാമാണ് ഉണ്ടായത്. ഇനി അങ്ങ് പറയൂ, ഇതെല്ലാം എന്റെ തോന്നലാണോ? ഒരിക്കലുമല്ല, എല്ലാം സത്യമാണ്. പക്ഷെ അമ്മ വിഷമിക്കൊന്നും വേണ്ട. മനസ്സിന് ഒരു സമാധാനവും ഇല്ല. എന്റെ പേരക്കുട്ടി ആര്യന് വല്ലതും സംഭവിക്കുമോ? എന്റെ പേരക്കുട്ടിയുടെ പിന്നാലെ ഏതോ ഒരു ബാധ കൂടിയിട്ടുണ്ടെന്നാ സംശയം. അതിന് പ്രതിവിധിയുണ്ട്. അമ്മേ, ചായ കുടിക്കൂ. നിർമ്മലേ, ആ ഏലസ് കൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. അമ്മേ, ഈ ഏലസ് ഭഗവതിയുടെ അനുഗ്രഹമുള്ളതാണ്. ഇത് അമ്മയുടെ പേരക്കുട്ടിയുടെ കഴുത്തിൽ കെട്ടിക്കോളൂ. ആ വീട്ടിൽ എത്ര വലിയ ബാധ ഉണ്ടായാലും കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഈ ഏലസിന് അത്രമാത്രം ശക്തിയുണ്ട്. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. തിരുമേനി, ഞാൻ വേഗം വീട്ടിൽ പോയി ഈ ഏലസ് ആര്യന്റെ കഴുത്തിൽ കെട്ടാം. ഭഗവതി ആ കുടുംബത്തെ രക്ഷിക്കട്ടെ.
അയ്യോ ഇടിച്ചു എന്നാ തോന്നണേ. വാ. ആ വരൂ വരൂ. ആ, പക്ഷെ ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ എന്ത് ഇതായിരുന്നു. ഇവനെ ഓടിക്കാനേ അറിയില്ല. വെറുതെ ഇവനൊക്കെ എവിടെ നോക്കിയാണ് ഇപ്പൊ ഓടിക്കുന്നത്. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആയിഷിന്റെ വലുതും കൂടെ രക്ഷപ്പെട്ടു. ആ വരൂ. ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി. ഇനി പോവാ, തിരിച്ചു പോവാ. സുജാതേ, സുജാതേ, വാതില് തുറക്ക്. സുജാതേ, വാതില് തുറക്ക്. വാതില് തുറക്ക്. സുജാതേ, സുജാതേ. നീയായിരുന്നോ മോനെ? എന്തു പറ്റി? അറിയില്ല, വാതിൽ അടഞ്ഞു പോയി, തുറക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ. വാതിൽ തുറന്നെടുക്കുക. സുജാതേ, 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 സുജാതേ. എന്താ അമ്മേ? അമ്മ എവിടെയായിരുന്നു? പറയാം മോളെ. ആ, ഇതെന്താ അമ്മേ? ഇത് ഭഗവതിയുടെ ഏലസാ. ഇതിന്റെ ശക്തി ഞാൻ നേരിട്ട് അറിഞ്ഞതാ. ആര്യൻ എവിടെ മോളെ? അവൻ നേരത്തെ ഉറങ്ങിയമ്മേ. എന്നിട്ട് നീ അവനെ ഒറ്റയ്ക്കാക്കി ഇവിടെ വന്നിരിക്കുകയാണോ? ആര്യൻ, അമ്മേ. ആര്യൻ, ആര്യൻ. ഒന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ എന്റെ ആര്യൻ, ആര്യ. എന്തു ഭംഗിയാ കാണാൻ. ആര്യൻ, ആര്യൻ. ആന്റി, വാ. എന്റെ അടുത്ത് വാ മോനെ. ആന്റി. ആര്യ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ മോനെ. എന്തിനാ നീ കരയണേ? ആരാ ഇവിടെ വന്നേ? ആന്റി താഴെ വീണു. ആന്റി, ഏതായി ആന്റി? ആരാ ഇവിടെ വന്നത്? പറയൂ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളെ. ഭഗവതിയെ മനസ്സിൽ വിചാരിച്ചോളൂ. ഇവനൊന്നും സംഭവിക്കില്ല. ഇവന്റെ കഴുത്തിൽ ഞാൻ ഭഗവതിയുടെ ഏലസ് കെട്ടിയിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, പേടിക്കണ്ട. എന്റെ മോനെ ആരോ പേടിപ്പെടുത്തുന്നുണ്ട്. വാ മോനെ. ഇതിന് പിന്നിലാ തള്ളയാണ്. നീ ആര്യന്റെ കഴുത്തിൽ ഏലസ് കെട്ടിച്ച് അവനെ എന്നിൽ നിന്ന് അകറ്റുന്നോ? ആര്യനെ നീ എന്നിൽ നിന്നും വേർപെടുത്തുന്നോ?
നീ ചെയ്തത് ശരിയായില്ല തള്ളേ. ഏലസ് കൊണ്ട് ആരിനെ മാത്രമേ രക്ഷിക്കാനാവൂ. നിന്റെ മരുമകളുടെ വയറ്റിലെ രണ്ടാമത്തെ കുട്ടിയെ എങ്ങനെ നീ രക്ഷിക്കും? എന്താ മമ്മി? എന്തു പറ്റി? സുജാതെ, എന്താ മോളെ? ഒന്നുമില്ല അമ്മേ. ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട വേണ്ട. ഏയ്, ചെറിയൊരു വേദനയുള്ളൂ, ശരിയാവും. ഞാൻ ആര്യനെ സ്കൂളിൽ വിടാം. ഇന്ന് മോളെ ഏതായാലും പോണ്ട, ഞാൻ അവനെ വിട്ടിട്ട് വരാം. ഇന്ന് അമ്മ പോട്ടെ, വരൂ. നീ വിശ്രമിച്ചോ. മുറ്റം വരെ ഞാൻ വരാം, അല്ലെങ്കിൽ അവന് വിഷമാവും. വാ മോനെ. ദാ മോനെ. ബായ് മമ്മി. ബായ് മോനെ. സുജാതെ, സുജാതെ, സുജാതെ. ആരാ? ആരാ? സുജാതെ, നേരിട്ടെന്നെ വരാതെ ആരാ? ആരാണ്? 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 ഞാനാണ്. ആരാണ് നിങ്ങൾ? എന്റെ വീട്ടിൽ എന്തിനു വന്നു? നിന്റെ വീടോ? ഇതെന്റെ വീടാണ്, എന്റേത് മാത്രം. അനുവാദമില്ലാതെ ഇവിടെ വന്നത് നിങ്ങളാണ്. എന്ത്? എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഇതെന്റെ വീടാണ്. ഇവിടെ എന്റെ അനുവാദമില്ലാതെ ആർക്കും താമസിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ വെറുതെ വിട്ടത്
നിങ്ങളോടൊപ്പം ആര്യനുള്ളത് കൊണ്ട് മാത്രമാണ്. ആര്യൻ എനിക്ക് സ്വന്തം മകനെ പോലെയാണ്. എനിക്കവനെ വലിയ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ അവന്റെ കഴുത്തിൽ ഏലസ് കെട്ടിച്ചു. അവനെ എന്നിൽ നിന്നും അകറ്റി. പക്ഷെ ഒന്നോർത്തോ, നീ എന്റെ ആര്യന്റെ കഴുത്തിൽ നിന്നും ഏലസ് മാറ്റിയില്ലെങ്കിൽ ഞാൻ നിന്റെ ഉദരത്തിൽ വളരുന്ന നിന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ സ്വന്തമാക്കും. നിങ്ങൾക്ക് ഈ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ എന്നെ എന്റെ ആര്യനിൽ നിന്നും വേർപെടുത്താൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ നിന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ തീർച്ചയായും തട്ടിയെടുക്കും. നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടമാകും. ആർക്കും അതിനെ രക്ഷപ്പെടുത്താനാവില്ല. ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. സുജാതേ, മോളെ എന്താ പറ്റിയ? എന്താ മോളെ? ആരാ മോളെ? ഏത് സ്ത്രീയാ? അവര് പറഞ്ഞു. എന്താ പറഞ്ഞു? ആര്യന്റെ കഴുത്തിന്ന് ഏലസ് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ എന്റെ വയറ്റില് വളർന്ന കുഞ്ഞിനെ അവളെ തട്ടിയെടുക്കുന്ന. ഇല്ല മോളെ, പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഞാനിവിടെ ഉണ്ടല്ലോ. ഇവിടെ ആരും ഇനി വരില്ല മോളെ. അമ്മ എവിടേക്ക് പോലെ? മോളെ പേടിക്കണ്ട, ഞാനുണ്ട് ഇവിടെ. ഞാനുണ്ട് മോളെ. അല്ല, എന്താ ഈ പറയുന്നത്? ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്നോ? നിനക്കറിയില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഈ വീട് സ്വന്താക്കിയത്? ജീവിതത്തിൽ സമ്പാദിച്ച ഓരോ രൂപയും ഈ വീട് വാങ്ങാൻ വേണ്ടി ചെലവാക്കി. എന്നിട്ടിപ്പോ ഈ വീട് വേണ്ടെന്ന് വെക്കണമെന്നോ? ഈ വീട് വേണ്ടെന്ന് വെച്ചാ പിന്നെ നമ്മൾ എവിടെ ചെന്ന് താമസിക്കും? ഫുട്പാത്തിലോ? അറിയില്ല, ഞാൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഇപ്പൊ ഈ നിമിഷം അവിടെ ഇറങ്ങിയേ പറ്റൂ. അതിന് മാത്രം എന്താ ഉണ്ടായത് സുജാത? എന്താണ്ടായത്? അത് ശരി നിതിൻ, ഇത്രയും കളിപ്പാട്ടങ്ങൾ പെട്ടെന്ന് എവിടെ നിന്ന് വന്നു? പിന്നെ ആര്യന്റെ കഴുത്തിൽ നമ്മൾ ഏലസ് കെട്ടിയപ്പോ കളിപ്പാട്ടങ്ങൾ അപ്രത്യക്ഷമായി. എങ്ങനെ അപ്രത്യക്ഷമായി? ഉത്തരമുണ്ടോ? ഇന്ന് ആ സ്ത്രീ എനിക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ആര്? ആര്യന് കളിപ്പാട്ടങ്ങൾ സമ്മാനിക്കുന്ന ആ സ്ത്രീ എന്ന് ഞാൻ നേരെ കണ്ടു. നിതിൻ, സുജാതേ, ഇതെല്ലാം നിന്റെ മനസ്സിലെ തോന്നൽ മാത്രമാണെന്നാ ഞാൻ പറയാം. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെയാ പറയുന്നത്. എനിക്കറിയായിരുന്നു ഇതെന്റെ മനസ്സിലെ തോന്നലല്ല, യാഥാർത്ഥ്യമാണ് നിതിൻ. എന്നിട്ടും നിങ്ങൾ സ്വന്തം മക്കളെയും പിന്നെ കുടുംബത്തെയും മരണത്തിന്റെ വായിലേക്ക് തള്ളിവിട്ടു. ഇല്ല സുജാതേ, അങ്ങനെ പറയരുത്. ഇത്രയും പ്രശ്നമുള്ള വീടാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ ഇനി മറ്റൊരു വീട്ടിലേക്ക് മാറാൻ അത്ര പെട്ടെന്ന് പറ്റുമോ? ഈ വീടൊന്ന് വിൽക്കണ്ടേ? സുജാതേ, ഓരോ പ്രവൃത്തിയും വിവേകപൂർവ്വം ചിന്തിച്ചല്ലേ ചെയ്യാൻ പാടുള്ളൂ. ഒരുപക്ഷെ ഇവിടെ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളും സംഭവങ്ങളും നമ്മുടെ തോന്നൽ മാത്രമായിരുന്നെങ്കിലോ? എന്താ? ഇത് തോന്നലല്ല മോനെ, എല്ലാം സത്യ. സുജാത പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാ. നിനക്കെല്ലാം നേരിട്ടറിയണമെങ്കിൽ താരാചന്ദന്റെ വീട്ടിൽ ചെല്ലൂ. ആ തിരുമേനി അറിയില്ലേ, ആളെല്ലാം പറഞ്ഞു തരും. ഞാൻ അയാളെ കണ്ടിട്ട് വരാം. അതെ നിതിൻ സാറേ, ആ വീടിനെ പറ്റി ഒരു കഥയുണ്ട്. കരളലിയിപ്പിക്കുന്ന ഒരു കഥ. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. വിലാസ് മമതയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ആ വീട്ടിലേക്കായിരുന്നു. മമത വളരെ നല്ല സ്വഭാവമുള്ളവളായിരുന്നു. ആദ്യ നാളുകളിൽ അവിടെ എന്നും കളിയും ചിരിയുമായിരുന്നു. പക്ഷെ കുറച്ചു നാളുകൾക്ക് ശേഷം ചിരിയുടെ സ്ഥാനത്ത് കരച്ചിൽ കേട്ടു തുടങ്ങി. വിലാസ് അച്ഛനാകാൻ മോഹിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അയാളുടെ ആഗ്രഹം നടന്നില്ല. എന്നെ ഇനി തല്ലരുത്, എന്നെ ഇനി തല്ലരുത്. എല്ലാത്തിനും കാരണം മമതയാണെന്ന് അയാൾ പറഞ്ഞു.
മമതയ്ക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല. അവൾ നിസ്സഹായിയായിരുന്നു. അയാൾ അവളെ മച്ചിയെന്ന് എത്രയോ തവണ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ മമത തങ്ങളിൽ പ്രശ്നം ആർക്കാണെന്ന് അറിയാനായി ഡോക്ടറെ കാണാമെന്നും പറഞ്ഞു. ഒരു പേരക്കുട്ടിയെ കാണാതെ എൻ്റെ അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിക്കാണില്ല. നീ ഒരു കാലത്ത് ഒരമ്മയാകില്ലെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നെ ഇങ്ങനെ പഴി പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് പോയി ഒരു ഡോക്ടറെ കണ്ടുകൂടെ? അത് ശരി, അത്രയോ നീ ഏ? സ്വന്തം പിഴ ഒരിക്കലും അയാൾ സമ്മതിച്ചു കൊടുത്തില്ല. വിലാസ് പിന്നീട് മേനക എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. മമതയുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. രണ്ടുപേരും കൂടി അവളുടെ ജീവിതം നരകതുല്യമാക്കി. എന്നിട്ടും മമത ഒന്നിനോടും പ്രതികരിച്ചില്ല. ഒന്നും മിണ്ടാതെ കഴിച്ചുകൂട്ടി. പക്ഷെ ഒരു ദിവസം അപ്രതീക്ഷിതമായൊരു സംഭവം ഉണ്ടായി. വിലാസും മേനകയും മമതയെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചു. അത് കണ്ട് മമത കടുത്ത ഒരു തീരുമാനത്തിലെത്തി. അപമാനം സഹിക്കവയ്യാതെ അവൾ മരിച്ചുപോയി. പക്ഷേ വിലാസും മേനകയും നാട്ടുകാരോട് പറഞ്ഞു മറ്റൊന്നാണ്, മമത ആത്മഹത്യ ചെയ്തുവെന്ന്. നടന്നതെന്താണെന്ന് ഈശ്വരനെ അറിയൂ. മമതയുടെ മരണശേഷം വിലാസിന് അവിടെ താമസം തുടരാനായില്ല. അയാൾ ആ വീട് വിറ്റു. പക്ഷെ ആ വീട് വാങ്ങിയ വ്യക്തിക്കും അവിടെ സമാധാനമായി കഴിയാൻ പറ്റിയില്ല. അയാൾ ആ വീട് നിങ്ങളുടെ തലയിൽ വെച്ച് തന്നു. നിതിൻ സാറ്, ആ വീട്ടിൽ എന്തോ തേർവാഴ്ച ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. മമതയുടെ ആത്മാവ് അവിടെയുണ്ട്. അത് ഗതി കിട്ടാതെ അലയുകയാണ്. അവൾ ആ വീട്ടിൽ ഒരാളെയും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. പക്ഷെ തിരുമേനി, ഞാൻ ഇനി എന്തു ചെയ്യും? എന്റെ കുടുംബം ആ വീട്ടിൽ അകപ്പെട്ടിരിക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാ. തിരുമേനി, ഇനി അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? നിതിൻ സാറേ, ഈ പ്രശ്നത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ. മോളെ, ഇനി നീ വിശ്രമിച്ചോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആര്യൻ കുട്ടികളുടെ കൂടെ പുറത്ത് കളിക്കുക. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. അമ്മേ, വേഗം വരണേ. എനിക്കിവിടെ ഇരിക്കാൻ ഭയങ്കര പേടിയാ. പോയിട്ട് വേഗം വരാം മോളെ. സുജാതേ, സുജാതേ, സുജാതേ. നീ എന്തിനവിടെ വന്നു? നിന്നെ കാണാൻ വന്നതാണ്. നിങ്ങൾ എന്റെ ആര്യന്റെ കഴുത്തിൽ ഏലസ് കെട്ടി അവനെ എന്നിൽ നിന്നും അകറ്റി. ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ കൊതിച്ചു. ഒരമ്മയാകാൻ സാധിക്കാതെ നെഞ്ച് തകർന്ന് ഞാൻ മരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിഞ്ഞില്ല. മരണശേഷം ഒരു കുഞ്ഞിന്റെ സ്നേഹം ലഭിച്ചു. അതിനും നിങ്ങൾ സമ്മതിക്കുന്നില്ലെന്നോ? നിങ്ങൾ എന്റെ ആര്യനെ എന്നിൽ നിന്നും അകറ്റി. ആര്യന്റെ കഴുത്തിൽ നിങ്ങൾ ഏലസ് കെട്ടി. പക്ഷെ രണ്ടാമത്തെ കുഞ്ഞിന് ഏലസ് കെട്ടാൻ കഴിയില്ല. കുഞ്ഞ് ജനിച്ചിട്ട് പോലുമില്ലല്ലോ. നീ കണ്ടുകൊള്ളൂ. നിന്റെ കൺമുൻപിൽ വെച്ച് ഞാൻ നിന്റെ കുഞ്ഞിനെ എന്റെ സ്വന്തമാക്കും. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിൽ നിന്നും നിന്നെ ഞാൻ വേർപിരിക്കും. എന്തെന്നാൽ നീ എന്നെ ആര്യനിൽ നിന്നും വേർപെടുത്തിയില്ലേ, ഞാൻ നിനക്ക് മാപ്പ് തരില്ല.
മമതേ, മമതേ, നിങ്ങളോ? ഈ രൂപത്തിൽ നിന്നെ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മമതേ. എന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി നിങ്ങളാണ്. സത്യമാണത്. എല്ലാത്തിനും ഉത്തരവാദി ഞാനാ. നിങ്ങൾ എത്ര മാറിയിരിക്കുന്നു. പണ്ട് ഞാനിങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ എന്നെ തല്ലിച്ചതയ്ക്കുമായിരുന്നു. എല്ലാത്തിനുമുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു മമതേ. ഇങ്ങനെ ഒരു ശിക്ഷ ആർക്കും കിട്ടിയിരിക്കില്ല. ശിക്ഷ കിട്ടിക്കഴിഞ്ഞെന്നോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ജീവിതം നരകമാക്കി. ഏറെ അനുഭവിച്ച ശേഷമാണ് ഞാൻ മരിച്ചത്. ഞാനോ മരിച്ചുപോയി. പക്ഷെ എൻ്റെ ആത്മാവിന് ഇനിയും ശാന്തി കിട്ടിയില്ല. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യയെയും ആ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചു. നിങ്ങളെ കൊല്ലണമെന്നായിരുന്നു എൻ്റെ മോഹം. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ വീട് വിട്ട് സ്ഥലം വിട്ടു. അതെ, ആ വീട് വിറ്റ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അന്നു മുതൽ ദൗർഭാഗ്യം എന്നെ പിന്തുടരാൻ തുടങ്ങി. ഞാനും മേനകയും ചേർന്ന് നിന്നെ വല്ലാതെ ഉപദ്രവിച്ചു. നിന്നെ ഞാൻ മച്ചി എന്ന് വിളിച്ചു. നിന്നെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു. പക്ഷെ വീട് വിറ്റ പൈസ മുഴുവൻ മേനക തട്ടിയെടുത്തു. ഹാ, പക്ഷെ നിങ്ങളുടെ മോഹം സാധിച്ചല്ലോ. നിങ്ങൾക്ക് കുഞ്ഞുണ്ടായില്ലേ? കുഞ്ഞോ? ഇല്ല മമതേ, ഇല്ല. നീ പറഞ്ഞത് സത്യമായിരുന്നു. എനിക്ക് അച്ഛനാകാനുള്ള ശേഷിയില്ല. എനിക്ക് കുഴപ്പമുണ്ട്. എന്നിട്ടും നീ എന്നെ ഒരിക്കലും ഒരു കുത്തുവാക്ക് പോലും പറഞ്ഞില്ല. പക്ഷെ മേനക നിർണായക വേളയിൽ എന്നെ ചതിച്ച് കടന്നു കളഞ്ഞു. അതിനുശേഷം ഞാൻ ആകെ തളർന്നു. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കണം. ചോദിക്കാനും പറയാനും ആളില്ലാത്ത എന്നെ തല്ലാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യമായിരുന്നു? എനിക്ക് സന്തോഷമായി. ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. മമതേ, നീയും എന്നെ പോലെ തന്നെ ഇന്ന് തെറ്റ് ആവർത്തിക്കാൻ പോവുകയല്ലേ? ഈ സ്ത്രീ നിന്നെ എന്ത് ചെയ്തു? ഇവരെ വെറുതെ വിടൂ മമതേ, ഇവരെ വെറുതെ വിടൂ. ഇല്ല, എനിക്ക് ആര്യനെ താലോലിക്കാൻ വലിയ മോഹമായിരുന്നു. അവനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ ഇവർ അതിന് തടസ്സം നിന്നു. ഇവർ എന്നെ ആര്യനിൽ നിന്നും വേർപിരിച്ചു. അരുത് മമതേ, നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയിൽ നിന്നും വേർപിരിക്കുക വലിയ തെറ്റാണ്. കുഞ്ഞിനെ അമ്മയിൽ നിന്നും വേർപിരിക്കരുത്. നോക്കൂ മമതേ, നീയും അമ്മയാകണമെന്ന് മോഹിച്ചവളാ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആ മോഹം ഒരിക്കലും സഫലമായില്ല. പക്ഷെ അതിന് ഉത്തരവാദി ഞാനാ, ഞാൻ മാത്രം. നീ സ്നേഹനിധിയാ. നിനക്കൊരിക്കലും ഇങ്ങനെ ക്രൂരമായി പ്രവർത്തിക്കാൻ കഴിയില്ല. കുഞ്ഞിനെ വെറുതെ വിടൂ. എന്നെ ശിക്ഷിക്കൂ, എന്നെ ശിക്ഷിച്ചോളൂ. എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. ഇന്ന് ഞാൻ നിന്നോടൊരു കാര്യം തുറന്നു പറയാം മമതേ. എന്റെ കുറവ് മറയ്ക്കാൻ ഞാൻ നിന്നെ പഴിചാരുകയായിരുന്നു. നിന്നെ ഞാൻ ഉപദ്രവിക്കുകയും ചെയ്തു. എന്നെ പോലൊരു മനുഷ്യന് ശിക്ഷ കിട്ടണം മമതേ. ഞാൻ സമൂഹത്തെയും നിയമത്തെയും ഇതുവരെ വഞ്ചിക്കുകയായിരുന്നു. എന്നെ ഈശ്വരൻ ശിക്ഷിക്കും. ഞാൻ തെറ്റുകാരനാ, തെറ്റുകാരൻ. എന്നെ കൊന്നുകളയൂ, എന്റെ ജീവൻ എടുത്തോളൂ.
പക്ഷെ ദൈവത്തെ ഓർത്ത് ആ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. കുഞ്ഞിനെ കൊണ്ടുപോകരുത്. ഇതെന്റെ അപേക്ഷയാ. ഇല്ല, കടന്നു പോകൂ, ഇവിടെ നിന്നും കടന്നു പോകൂ. എനിക്ക് നിങ്ങളുടെ ഉപദേശം കേൾക്കണ്ട. കടന്നു പോകൂ ഇവിടെ നിന്നും. നോക്കൂ മമതേ, ഈ കുഞ്ഞിനെ നീ നിനക്കൊപ്പം കൊണ്ടുപോയാൽ സ്വന്തം കുഞ്ഞിന്റെ വേർപാടിൽ അതിന്റെ അമ്മ ഹൃദയം തകർന്നു മരിക്കുമെന്ന കാര്യം ഉറപ്പാ. നോക്കൂ മമതേ, നീ ഒരു സ്ത്രീയല്ലേ. നിന്റെ ഈ പ്രവൃത്തി ഒരു സ്ത്രീയുടെ ജീവൻ അപഹരിക്കാൻ കാരണമായി തീരും മമതേ. ആന്റി, ആന്റി പ്ലീസ് എന്റെ മമ്മിയെ അഴിച്ചു വിടൂ. ആന്റി പ്ലീസ്. ആര്യ, ആ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഈ ചെയ്തതെല്ലാം അന്യായമാണ്. ഞാൻ മറന്നുപോയി. തെറ്റ് ചെയ്തത് ഇവരല്ലല്ലോ. ഇവർ നിരപരാധികളാണ്. ഞാനൊരു സ്ത്രീയാണെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. ഇന്നെന്റെ അശാന്തമായ ആത്മാവിന് മോക്ഷം കിട്ടി. എനിക്ക് അമ്മയാകാൻ കഴിയുമായിരുന്നു എന്ന സത്യം നിങ്ങൾ തന്നെ തുറന്ന് സമ്മതിച്ചല്ലോ വിലാസ്. സന്തോഷായി. ഇനി നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല വിലാസ്. നിങ്ങൾക്കതിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. എനിക്ക് മാപ്പ് തരൂ സഹോദരി. ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ്. ഇനി ഞാൻ ഒരിക്കലും ഇവിടെ തിരിച്ചു വരില്ല. പ്ലീസ് ആന്റി, പോണ്ട ആന്റി. മോനെ, ഞാൻ നിന്നെ വിട്ട് എവിടെ പോകാനാണ്? എന്റെ ആശീർവാദം എന്നും നിനക്കൊപ്പം ഉണ്ടാവും. എന്നും. ബൈ ആന്റി. ആ എന്താ മോനെ, കരയണ്ട കേട്ടോ. കരയണ്ട. ഓ കരയണ്ട, കരയണ്ട. കരയില്ല, ഓ ദാ നിന്റെ ചേട്ടൻ വന്നല്ലോ. ആരും ചേട്ടൻ? എന്തിനാ മോൻ കരയുന്നേ? ഏ, എന്റെ അനിയൻ കരയാ. അമ്മേ, ഞാൻ ഇവന് പാവയെ കാണിച്ചു കൊടുക്കാം. ആ ചിഞ്ചുവായിക്ക് ചേട്ടൻ പാവം കൊണ്ടുവരില്ലോ. ആ ഇപ്പൊ കൊണ്ടുവരും. ആന്റി, എന്റെ കൂടെ കളിക്കാൻ വരുമോ? യെസ്.